ദേശീയപാത നിർമ്മാണ നിരോധന ഉത്തരവിനെതിരെ സമരം ശക്തമാക്കാൻ സംയുക്ത സമരസമിതി നാളെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിക്കും. അനുകൂല സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ ജനപ്രതിനിധികളെ തടയുമെന്നും സംയുക്ത സമരസമിതിയുടെ അന്ത്യശാസനം. ദേശീയപാത സംരക്ഷണ സമിതിയുടെ ഇന്ന് കൂടിയ ജനകീയ കൺവെൻഷനിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. 7-ാം തീയതി ഗവൺമെൻറ് അനുകൂലമായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ അനുകൂലമായ വിധി ഉണ്ടാക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി 6-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് അടിമാലി ടൗണിൽ ദേശീയപാത സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ദേശീയപാത ഉപരോധം നടത്താൻ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ സാംസ്കാരിക സാമുദായിക സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഉപരോധ സമരം നടത്തുകയാണ്. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ തത്സമയം ചേർന്നു. ഗുഡ് മോർണിംഗ് ലാൽകൃഷ്ണൻ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്, അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്താണ് നിലവിൽ ഹൈക്കോടതിയുടെ നിർമ്മാണ നിരോധന ഉത്തരവ് നിലനിൽക്കുന്നത്. ഇത് വനഭൂമിയാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഗവൺമെൻറ് ആദ്യം നൽകിയ സത്യവാങ്മൂലം ഇത് വനഭൂമിയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നിർമ്മാണം പൂർണ്ണമായി നിലയ്ക്കാൻ തുടങ്ങിയിട്ട് 2 മാസം പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഇത് വനഭൂമിയല്ല, പൊതുമരാമത്ത് ഭൂമിയാണ് എന്ന് സർക്കാർ തന്നെ പലയിടങ്ങളിലും ജനങ്ങളോട് പറയുന്നുണ്ടെങ്കിലും കേസ് പരിഗണിച്ച 2 തവണയും ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടേയില്ല. റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ഈ കേസ് അടുത്ത തവണ പരിഗണിക്കുമ്പോൾ സത്യവാങ്മൂലം നൽകും എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു നിലപാടുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടർ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേസ് പരിഗണിക്കുന്ന ചൊവ്വാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ച ഒരു സമ്മർദ്ദ സമരം എന്ന രീതിയിൽ ദേശീയപാത പൂർണ്ണമായും ഉപരോധിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി അടിമാലിയിലാണ് ദേശീയപാത പൂർണ്ണമായും ഉപരോധിക്കുക. കേസ് പരിഗണിക്കുന്ന ചൊവ്വാഴ്ച ഈ സത്യവാങ്മൂലം, അതായത് ഇത് പൊതുമരാമത്തിൻ്റെ തന്നെ ഭൂമിയാണ്, നിർമ്മാണത്തിന് വേറെ തടസ്സങ്ങളില്ല എന്ന സർക്കാർ സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ മന്ത്രി റോഷി അഗസ്റ്റിനെയും ദേവികുളം MLA രാജയെയും അവർ രണ്ടുപേരുമാണ് ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ ജനപ്രതിനിധികളായിട്ടുള്ളവർ. അവർ രണ്ടുപേരെയും പൂർണ്ണമായും ഉപരോധിക്കുക, വഴിയിലൂടെ പോകാൻ അനുവദിക്കാത്ത രീതിയിൽ സമരം തുടരുക എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ ദേശീയ സംരക്ഷണ സമിതി തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. 7-ാം തീയതി അത്തരത്തിലൊരു സത്യവാങ്മൂലം ഉണ്ടായില്ലെങ്കിൽ പൂർണ്ണമായും ഹൈറേഞ്ചിൽ ഒരു സമര കോലാഹലങ്ങൾക്ക് തുടക്കമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ വിഷയം ദേശീയപാത എന്നതിന് ഉപരി ഹൈറേഞ്ച് മേഖലയുടെ പൂർണ്ണമായ വികസനത്തെ ബാധിക്കുന്നതാണ്. 2 മാസമായിട്ട് നിർമ്മാണം നിലച്ചതോടുകൂടി ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത ഗതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പാതയാണ്. അവർക്ക് പോലും ആ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് റോഡ് പൂർണ്ണമായും കുളമായി കിടക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണം പൂർത്തിയാക്കണം, റോഡിൻ്റെ വീതി കൂട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും സമരം ശക്തമാക്കുന്നത്. മാത്രമല്ല, മലയാറ്റൂർ റിസർവിൻ്റെ ഭാഗമാണ് ഈ ഭൂമി എന്ന് വനംവകുപ്പ് പറയുമ്പോഴും ഈ റോഡിൻ്റെ 50 മീറ്റർ പരിധി വീതി കൂടുതലെടുത്ത്, അതായത് 100 മീറ്റർ പരിധിയിൽ വരുന്ന ഭാഗങ്ങളെല്ലാം പണ്ടേ തന്നെ റിസർവോയറിൻ്റെ ഭാഗത്തുനിന്ന് ഒഴിവാക്കി പൊതുമരാമത്തിന് കൈമാറിയതാണ് എന്നതിൻ്റെ ഗസറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും പുറത്തു വന്നതാണ്. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടില്ല എന്നുള്ളതാണ് സമരസമിതിയെയും ജനങ്ങളെയും പ്രകോപിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തൊടുപുഴയിൽ ലാൽകൃഷ്ണൻ ജെരിയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.